കയ്യിലൊരു നയാ പൈസ ഇല്ല, കപ്പലണ്ടി വാങ്ങി തിന്നാൻ നയാ പൈസ ഇല്ല. രാവിലെ 8 മുതൽ 5 മണി വരെ നിന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി 75 രൂപയാണ്. എവിടെയെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ 75 രൂപ കൂലിക്ക് ആരെങ്കിലും ഒരു ദിവസം നിൽക്കുമോ? സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് ഞങ്ങൾ ഒന്നുമില്ലാതായി പോകുന്നത് അത് ശരിയുള്ള കാര്യമൊന്നുമല്ല. 13,500 രൂപ ബാങ്കിൽ ഇട്ടു തന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളെ കയ്യിൽ ബാങ്കിലും വന്നില്ല, ഞങ്ങളെ ബാങ്കിൽ കാശുമില്ല. 13,500 തന്ന ഒരു പ്രാവശ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ ബാങ്കിലെ. മന്ത്രിയോട് പറ, സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ ബാങ്കിലെ. ചുമ്മാരും പറയുമല്ലോ അത്രയും രൂപ തന്നെന്ന്. ഇത് കാണിച്ചിട്ട് കടയിൽ ചെന്ന് അരി തരുമോ? ഇവിടെ തരുമെന്നും പറഞ്ഞു തരുമോ? അരി മേടിക്കാൻ പറ്റുമോ? പൈസ കൊടുക്കാൻ അരി തരുമോ? ഇതിൻ്റെയൊക്കെ അനുഭവിക്കാനൊന്നും പോകത്തില്ല, അത് വേറെ കാര്യം. നമസ്കാരം. ആശാവർക്കർമാർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ സമരം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഈ സമരത്തിനിടയിൽ നമുക്കൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുവാനിടയായത്. അതായത് നയാ പൈസ ഇല്ല എന്ന പാട്ട് പാടിക്കൊണ്ട് ഒരു വിഭാഗം ആശാവർക്കർമാർ ഇവിടെ നിൽക്കുന്നു. സത്യത്തിൽ അവരുടെ ഗതികേട് കൊണ്ടാണ് ഇത്തരത്തിലൊരു പാട്ടുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ അവസ്ഥ എന്താണ്, ജീവിത സാഹചര്യം എന്താണ് എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കയ്യിലൊരു നയാ പൈസ ഇല്ല, കപ്പലണ്ടി വാങ്ങി തിന്നാൻ നയാ പൈസ ഇല്ല. എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് ട്രിവാൻഡ്രത്തുകാരാണ്. ഞങ്ങള് ബസ്സിലാണ് വന്നത്. ഞങ്ങൾ ആശാ വർക്കറാണ്. ഞങ്ങൾക്ക് രാവിലെ ഫീൽഡിൽ പോകും. രാവിലെ ഫീൽഡിൽ പോയി ഗർഭിണികളുടെ കാര്യം നോക്കണം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കണം, പിന്നെ വയസ്സായവരുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു വന്നിട്ട് വീട്ടിലിരുന്ന് രാത്രി 12-1 മണിയാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് കൊടുക്കണം. പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, എല്ലാം കൊടുക്കും. പക്ഷെ നമുക്ക് ഉറക്കമില്ല, റെസ്റ്റ് ഇല്ല. കോവിഡ് സമയത്ത് 3 പ്രാവശ്യം കോവിഡ് വന്ന്, എന്നിട്ടും 2 പ്രാവശ്യം ന്യൂമോണിയ വന്ന്, എന്നിട്ടും ചെസ്റ്റിന് ഇൻഫെക്ഷൻ ആയിട്ടും ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു. ഞങ്ങളെ കാൽമുട്ട്, കൈമുട്ട് വേദന, BP, ഷുഗർ, വാർദ്ധക്യത്തിൽ ആകാൻ പോകുന്നവരുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഞങ്ങളോട് ഒരു മനസ്സലിവും കാണിക്കാത്തത്. പോളിയോയ്ക്ക് ഞങ്ങൾക്ക് പൾസ് പോളിയോയ്ക്ക് ഒരു ദിവസം കിട്ടുന്ന രൂപ 75. രാവിലെ 8 മുതൽ 5 മണി വരെ നിന്നാൽ ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി 75 രൂപയാണ്. എവിടെയെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ 75 രൂപ കൂലിക്ക് ആരെങ്കിലും ഒരു ദിവസം നിൽക്കുമോ? അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഗവൺമെൻറ് ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് എന്തെങ്കിലും അല്ല, ഈ 21,000 രൂപയും തന്ന് ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ, 62 വയസ്സാകുമ്പോൾ 5 ലക്ഷം രൂപയും തന്ന്, പെൻഷനും തന്ന് 62 വയസ്സ് വരെ ഇറങ്ങിപ്പോണോ. നമുക്ക് 5 ലക്ഷം രൂപ തന്നാലേ ഞങ്ങൾ പോവുള്ളൂ. എത്ര വർഷമായി ചേച്ചി? 18 വർഷം കൊണ്ട് ഞങ്ങൾ ഈ അതിനു മുമ്പ് ഞങ്ങൾ MSS പ്രവർത്തകരായിരുന്നു. അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തവരിൽ നിന്നാണ് ആശാ വർക്കറായിട്ട് 2008 എടുത്തത്. 18 വർഷം കൊണ്ട് ഞങ്ങൾ ഈ സേവനം അന്വേഷിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ സമൂഹത്തിന് വേണ്ടി ചെയ്ത് ഞങ്ങൾക്ക് വയ്യാതായി. ഞങ്ങൾക്ക് ആരുണ്ട്? ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ കിടപ്പിലായിപ്പോയാൽ ഞങ്ങളെ മക്കളോ അവരാരും നോക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. കാരണം പിള്ളേരിന്ന് അവരോരോ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്നാണ് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി, 5 ലക്ഷം രൂപ കിട്ടിയാൽ ഞങ്ങൾ ഒരുവിധമെങ്കിലും പിടിച്ചു പോകും. സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് ഞങ്ങൾ ഒന്നുമില്ലാതായി പോകുന്നത് അത് ശരിയുള്ള കാര്യമൊന്നുമല്ല. നയാ പൈസ ഇല്ലേ? കയ്യിലൊന്നും നയാ പൈസ ഇല്ല. 13,500 രൂപ ബാങ്കിൽ ഇട്ടു തന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളെ കയ്യിൽ ബാങ്കിലും വന്നില്ല, ഞങ്ങളെ ബാങ്കിൽ കാശുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല, കപ്പലണ്ടി വാങ്ങി തിന്നാൻ നയാ പൈസ ഇല്ല. ഞങ്ങള് തിരുവല്ല. അവസ്ഥ എങ്ങനെയാണ്? ജീവിതം എങ്ങനെയാണ്? ഇതേ അവസ്ഥ തന്നെ ഞങ്ങൾക്ക്. കഴിഞ്ഞ പൈസ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോളിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. പോളിയോ ആയി, അതിന് വേണ്ടിട്ട് തന്നാ 75 രൂപ. ഇപ്പൊ ഈ വർഷം ഞങ്ങൾ ഇറങ്ങിക്കോണം, അതാണോ ശരി? കഴിഞ്ഞ വർഷം ഫെബ്രുവരി ചെയ്യിച്ച പൈസ ഈ ഫെബ്രുവരി ആയപ്പോൾ തന്നു. എന്താ പറയാ, ഉടനെ പോളിയോ ഉണ്ട്. എന്തുമാത്രം പോയി പുറകെ കിടന്നിട്ട് അറിയാൻ കിട്ടുന്നത്. എല്ലാ നാട്ടിലുള്ള എല്ലാവരും കിണറിനകത്ത് ക്ലോറിനേഷൻ ചെയ്ത് കൊടുക്കണം. 10 രൂപയാണ് തരുന്നത് ഒരു വീട്ടിന്.
അത് 2 വർഷത്തെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 2 വർഷത്തെ പൈസ. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇറങ്ങാതിരിക്കും? ഞങ്ങളുടെ 4 മാസമായിട്ട് പൈസ ഇല്ല. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? അവർ പറയട്ടെ മറുപടി. 13,500 തന്ന ഒരു പ്രാവശ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ പറ ബാങ്കിലെ. മന്ത്രിയോട് പറ, സ്റ്റേറ്റ്മെന്റ് കിട്ടുമല്ലോ ബാങ്കിലെ. ചുമ്മാരും പറയുമല്ലോ അത്രയും രൂപ തന്നെന്ന്. 7,000 ഉണ്ട്, പകുതി പോലും ഇല്ല. 3,500, 4,200 ഇങ്ങനെയൊക്കെയാണ് തരുന്നത്. ഇങ്ങനെയൊക്കെ ഈ പ്രാവശ്യം തന്നേക്കുന്ന മുഴുവനും അങ്ങനെയാ. എന്നിട്ട് പിന്നെ ഈ കള്ളത്തരം എന്തിനാ പറയുന്നത്? വെളച്ചിലല്ലേ ഈ പറയുന്നൊക്കെ. 13,500 അവർ തരാൻ തീരുമാനിച്ചു കാണും. പക്ഷെ 13 അവരുടെ ഇരിക്കുക 13,500 ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ഇത് കാണിച്ചിട്ട് കടയിൽ ചെന്ന് അരി തരുമോ? ഇവിടെ തരുമെന്നും പറഞ്ഞ് തരുമോ? അരി മേടിക്കാൻ പറ്റുമോ? പൈസ കൊടുക്കാൻ അരി തരുമോ? എത്ര രൂപ അരിയിലായിരിക്കേ? കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന കൊച്ചു പിള്ളേരെ കൊണ്ട് വരെ ഇവിടെ എത്ര പേര് വന്നിരിക്കുന്നത്? കഷ്ടമല്ലേ ഈ കാണിക്കുന്നതൊക്കെ? ഇതിൻ്റെയൊക്കെ അനുഭവിക്കാമെന്ന് പോകത്തില്ല, അത് വേറെ കാര്യം. ഈ പൊരിവെയിലത്തെ ജോലി കിടക്കുന്നത് ശൈലി ചെയ്യുന്നതിന് എത്ര രൂപയെന്നറിയോ? ശൈലി ഇതെല്ലാം ഈ ചെറിയ ഫോണിലാണ് ചെയ്യേണ്ടത്. ടാബ് കൊടുത്താണ് ഓരോരുത്തർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്യണം. ഇതെല്ലാം ഒരു വീട്ടിലെ മുഴുവൻ പേരുടെ ഡാറ്റ എടുത്ത് കൊടുക്കണം. എങ്ങനെ പറ്റും? ഓടിക്കുക അവർ ആധാർ ചോദിക്കുമ്പോൾ. ഇതൊന്നും ഇവരോട് പറയാനൊക്കത്തില്ല. ഞങ്ങൾക്കതൊന്നും അറിയണ്ട, ചെയ്ത് കിട്ടണം. ഇതൊക്കെയാണ് പറയുന്നത്. ശൈലി ചെയ്യുന്ന നല്ല പണിയാണ്. OTP തരും ആരെങ്കിലും. OTP കൊടുക്കരുത്. ഈ സർക്കാർ തന്നെയാണ് അടിച്ചിറക്കിയേക്കുന്നത്. എന്നിട്ട് OTP ചെയ്ത് നമ്മൾ ഇതൊക്കെ ചെയ്യാനാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് മാറ്റിയിട്ടില്ല ഇതുവരെ. ആധാർ പോലും ആരും തരികയില്ല. വീടുകളിൽ ചെന്നാൽ ഓടിക്കുവോ നമ്മളെ? സിസ്റ്റർമാർ ഉൾപ്പെടെ എന്നിട്ട് ഇറക്കി വിടുക. അനുഭവമുള്ള ആളായി നിൽക്കുന്നത്. സിസ്റ്ററെ കൊണ്ടൊരു വീട്ടിൽ ചെന്നിട്ട് ഇവരെ ഇറക്കി വിട്ടു അവിടുന്ന്. പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അറിയുന്ന വീട്ടുകാരാ. ഞങ്ങൾ ശൈലി ചെയ്യാനായിട്ട് ചെന്നു, ഞാനും സിസ്റ്റർ ഉൾപ്പെടെ ചെന്നപ്പോൾ ആ വീട്ടിൽ അവർ പറഞ്ഞു ആധാർ തരത്തില്ല എന്നും പറഞ്ഞ് സിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങളെ ഇറക്കി വിട്ടു. തിരുവല്ല കാവുംഭാഗം UFSലെ സിസ്റ്ററും ഞാനുമാണ് ചെന്നത്. അത് എന്നെ അറിയാവുന്ന വീട്ടുകാർ തന്നെ. എന്നിട്ട് തന്നില്ല. പിന്നെ 62 വയസ്സിൽ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് അത് മാറ്റണം. 62 വയസ്സിൽ വിരമിക്കൽ എന്ന് പറയുന്നത് സത്യത്തിൽ നയാ പൈസ ഇല്ലാത്ത സാഹചര്യമാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസം ധനവകുപ്പ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. 2 മാസത്തെ കുടിശ്ശിക വരുത്തിയ ശമ്പളം നൽകുമെന്ന്. എന്നാൽ ആ ശമ്പളം പോലും നൽകാതെ അവരിവിടെ പൊരിവെയിലത്ത് സമരമുറ ഘടിപ്പിച്ചുകൊണ്ട് രംഗത്തിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.